ഒരുപാട് പേരലങ്കരിച്ച ഇന്ത്യൻ വുമൻസ് ക്യാപ്റ്റൻ പദവി തൻ്റെ കൈകളിലേക്ക് എത്തിച്ചേരുമ്പോൾ അർമൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഒരിക്കലെങ്കിലും ആ കനക കിരീടത്തിൽ പെൺപടയെ മുത്തമിടിപ്പിക്കുക എന്നത് തന്നെയാകും. തനിക്ക് മുന്നേ വന്നവരും അവർക്ക് കഴിയാതെ പോയതുമായ സ്വപ്നം യഥാർത്ഥമായ നിമിഷം. ഇന്ത്യയുടെ വിജയലക്ഷ്യം പിന്തുടർന്ന സൗത്ത് ആഫ്രിക്കയുടെ മറുപടി ആദ്യ നിമിഷം കളി ഇന്ത്യയുടെ വരുതിയിലേക്ക് വന്നിട്ട് പതിയെ മാറിമറയുന്ന നിമിഷങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു പോകേണ്ടിയിരുന്ന അവസ്ഥ. ഇത്തവണ കൂടി തല താഴ്ത്തി മടങ്ങാൻ അർമൻ ഒരിക്കലും ഒരുക്കമല്ലായിരുന്നു. ഓരോ പരാജയത്തിലും എല്ലാ ഉത്തരവാദിത്യങ്ങളും സ്വയം ചുമലിൽ ഏറ്റുവാങ്ങിയ നായകി. ഇനിയും ഒരു ഫൈനൽ തോൽവി ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. 114 റൺസിന് 2 വിക്കറ്റിന് ബാറ്റിംഗ് തുടങ്ങുന്ന സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി അവരുടെ ക്യാപ്റ്റൻ ലോറ ഗ്രീസിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു നിൽക്കുമ്പോൾ നോൺ സ്ട്രൈക്കറിൽ കൂട്ടിന് അവരുടെ ലൂസ് എന്ന ഏറ്റവും മികച്ച താരവും. പതിയെ സൗത്ത് ആഫ്രിക്ക മത്സരത്തിലേക്ക് തിരികെ വരാൻ പോകുന്നു. മാറി മാറി തൻ്റെ ബൗളർമാർ എറിഞ്ഞിട്ടും വിക്കറ്റ് ലഭിക്കാതെ വന്നതോടെ അർമൻ ഷഫാലി വർമ്മയെ കൊണ്ടുവരുന്നു. മത്സരത്തിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അത്. എത്ര പറഞ്ഞാലും മതിയാകില്ല അർമൻ്റെ ഈ ബൗളിംഗ് ചേഞ്ചിങ്. ഷഫാലി മികച്ചൊരു ബ്രേക്ക് ത്രൂ നൽകി ലൂസിനെ പുറത്താക്കുന്നു. റിട്ടേൺ ക്യാച്ച് നൽകി മടക്കിയിരിക്കുന്നു. അടുത്ത ഓവറിന് ശേഷം ക്യാപ്പിനെ മികച്ചൊരു പന്തിൽ വിക്കറ്റ് കീപ്പറുടെ കൈകളിലെത്തിക്കുമ്പോൾ അർമൻ എന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ മുഖത്ത് പ്രതീക്ഷയുടെ നേരിയ തെളിച്ചം അനുഭവപ്പെട്ടു. സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ കൂടെ പുറത്തായാൽ കളി ഇന്ത്യയുടെ കൈകളിലാകും. അനാവശ്യമായി എറിഞ്ഞൊരു ബോൾ സിക്സർ നേടിയ സൗത്ത് ആഫ്രിക്കൻ താരം അതിൽ നിന്നും കിട്ടിയ ഫ്രീ ഹിറ്റിൽ സിക്സർ നേടിയെടുക്കുമ്പോൾ ആ മുഖത്തുണ്ടായ പ്രകാശം മങ്ങിയതുപോലെയായിരുന്നു. അധികം വൈകാതെ വീണ്ടും ദീപ്തിയെ കൊണ്ടുവരുമ്പോൾ അർമൻ്റെ തന്ത്രം വിജയം കാണുന്നു. മിതാലിയും ഗോസ്വാമിയുമൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടും നടക്കാതെ പോയത് അർമൻ്റെ കുട്ടികൾ സ്വന്തമാക്കിയിരിക്കുന്നു. ഒരേയൊരു ക്യാപ്റ്റൻ അർമൻപ്രീത്.